2018 ചാമ്പ്യന്മാരായ ഫ്രാൻസ് കഴിഞ്ഞ തവണ ഫൈനലിൽ അർജന്റീനയ്ക്കെതിരെ ഇഞ്ചോടിഞ്ച് പോരാടിയ ഫ്രാൻസ് 1998 ചാമ്പ്യന്മാരായ ഫ്രാൻസ് ഇന്ന് നേരിടാൻ പോകുന്നത് സെനഗലിനെയാണ്. സെനഗലിനെ നേരിടാൻ പോകുമ്പോൾ ഈ ഫ്രാൻസിന്റെ ആരാധകരുടെ മനസ്സിലൊക്കെ പഴയൊരു ഓർമ്മ പോകും. ഏതായാലും 2002 ലോകകപ്പ് നിലവിലെ ചാമ്പ്യന്മാരുടെ പകിട്ടുമായി വന്ന ഫ്രാൻസ് ആദ്യ മത്സരത്തിൽ സെനഗൽ എന്ന രാജ്യത്തോട് അന്ന് സെനഗൽ അത്രത്തോളം ഒന്നും ഉണ്ടായിരുന്നില്ല. ദിയൂഫിനെ പോലെയുള്ള താരങ്ങളെയൊക്കെ പിന്നീടാണ് നമ്മൾ കേൾക്കുന്നത്. ഒറ്റ ഗോളിന് അങ്ങനെ അന്ന് ഫ്രാൻസ് വീണു പോവുകയായിരുന്നു. അപ്പോൾ ആ ഒരു ചിന്തകളൊക്കെ ആരാധകർക്കുള്ളിലുണ്ടാവും. നമുക്ക് എങ്ങനെയായിരിക്കും ആ ഒരു സാധ്യത ലൈനപ്പ് എന്ന് നോക്കുകയാണെങ്കിൽ 4-3-3 എന്നുള്ളൊരു ശൈലിയിൽ തന്നെ ആയിരിക്കാനാണ് സാധ്യത കാണുന്നത്. അതിനിടയിൽ കുറച്ച് ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് ഷ്വാമെനിയും റാബിയോയും പോലെയുള്ള താരങ്ങൾ കൂടി അവിടെ വരും. ഇതാണ് ഒരു സാധ്യതയുള്ളത്. മൈക്ക് മെനിയൻ ഗോൾ കീപ്പറായി, അതിൽ യാതൊരു സംശയവുമില്ല. 4 പേർ വില്യം സാലിബ, ഉബമെക്കാനോ വരുന്നു. ഏതായാലും കളിക്കുന്നത് ജർമ്മൻ ലീഗിലാണ്. ബായൺ മ്യൂണിക്കിന് വേണ്ടി കളിക്കുന്ന താരമാണ്. യൂൾസ് കുണ്ടേ ബാഴ്സലോണയുടെ താരമായ യൂൾസ് കുണ്ടേയാണ് വില്യം സാലിബ. തിയോ ഹെർണാണ്ടസ് ഇപ്പോൾ സൗദിയിലാണ് കളിക്കുന്നത്. എങ്കിൽ പോലും പ്രതിഭാതനായിട്ടുള്ള ഒരു താരം. ഇനി മധ്യനിരയിലേക്ക് വരുമ്പോൾ റാബിയോയും മൈക്കൽ ഒലീസയും ഷ്വാമെനിയും വരുന്നു. റയൽ മാഡ്രിഡിന്റെ താരമായ ഷ്വാമെനി. ഡെംബലെ PSG വേണ്ടിയിട്ട് അതിമനോഹരമായി കളിച്ചുകൊണ്ടിരിക്കുന്ന താരമായ ഡെംബലെ മുന്നേറ്റത്തിലേക്ക് വരുന്നു. കിലിയൻ എംബാപ്പെ ഏറ്റവും മുന്നിലായി സ്ട്രൈക്കറായിക്കൊണ്ട് തന്നെ കിലിയൻ എംബാപ്പെ ഉണ്ടാകും, ഒരു ചട്ടുളി പോലെ മുന്നേറാനായിക്കൊണ്ട്. ഇനി ഈ ഒരു ലോകകപ്പിന്റെ തന്നെ ആയേക്കും എന്നുള്ള പറയുന്ന രീതിയിലുള്ള ഒരു താരമാണ് ദെസീറ ഡുയെ. PSG താരമാണ് അദ്ദേഹം. 21 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. ഈ ലോകകപ്പിൽ ഫ്രാൻസ് ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ലൈനപ്പ് വരുമ്പോഴുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് മധ്യനിരയിൽ അത്രത്തോളം ഒരു പിടിമുറുക്കാനുള്ളൊരു സാധ്യത കുറവാണ്. കാരണം ഷ്വാമിനിയും മൈക്കൽ ഒലീസയും റാബിയയും ഒക്കെ കൂടിയും ഒറ്റ 11ലേക്ക് വരികയാണ്. ഡെംബലെയും ദെസിയറും. അപ്പോൾ പക്ക മിഡ്ഫീൽഡിലേക്ക് വരാൻ ഈ താരങ്ങൾ എല്ലാവരും കൂടി വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ മൈക്കൽ ഒലീസയ്ക്ക് പകരം എൻഗോളോ കാൻഡെ ആദ്യ 11ൽ വന്നാലും അത്ഭുതപ്പെടാനില്ല. എൻഗോളോ കാൻഡെ വരികയാണെങ്കിൽ ടീമിൽ നിന്ന് പുറത്ത് പോകാൻ സാധ്യതയുള്ളത് മൈക്കൽ ഒലീസയാണ്. ഒലീസയ്ക്ക് പകരം എൻഗോളോ കാൻഡെ വരികയാണെങ്കിൽ റാബിയോ കുറച്ചുകൂടി മുന്നോട്ട് കയറി കളിക്കും. കാൻഡെ കുറച്ചുകൂടി ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെ ഒരു റോളിലേക്ക് കളിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ ഈ ഒരു 2 ലൈനപ്പുകളാണ് ഇപ്പോൾ സാധ്യതാ ലൈനപ്പുകളായി മുന്നിലുള്ളത്. ഏതായാലും പരിശീലകൻ ദശാംശ് എന്താണ് മനസ്സിൽ കാണുന്നത് എന്ന് അറിയില്ല. ഓരോ പൊസിഷനിലും ലോകോത്തര താരങ്ങൾ എന്ന് പറയുന്നത് വെറുതെയല്ല. ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിൽ കളിക്കുന്ന താരങ്ങളാണ് എല്ലാവരും തന്നെയും. അതിപ്പോൾ പ്രീമിയർ ലീഗിലായാലും സ്പാനിഷ് ലീഗിലായാലും ജർമ്മൻ ലീഗിലായാലും ഫ്രഞ്ച് ലീഗിലായാലും കളിക്കുന്ന മികച്ച ക്ലബ്ബുകളിൽ കളിക്കുന്ന താരങ്ങൾ ഓരോ പൊസിഷനിലും ഉണ്ട് എന്നത് തന്നെയാണ് സമ്പന്നമാക്കുന്നത് ഫ്രാൻസിനെ.